CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നതാണ്. ബാങ്ക് നിയമനങ്ങൾക്കായി വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്ത് IC ബാലകൃഷ്ണൻ MLA-യുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ എടുത്തത് എന്ന കാര്യവും നൽകിയത് എന്ന കാര്യവും വ്യക്തമായി. കടത്തിൽ കുടുങ്ങിപ്പോയ ആ സന്ദർഭത്തിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥിതിയാണ് ഉണ്ടായതെന്നും അതിൽ വ്യക്തമാക്കി. നേതാക്കൾ വാങ്ങിയ കോഴക്ക് സ്ഥലവും ചെക്കും ഇദ്ദേഹത്തിന് ഈട് നൽകേണ്ടി വന്നു. പാർട്ടി തലയിൽ കെട്ടിവെച്ച 32 ലക്ഷത്തിന്റെ ബാധ്യത തീർക്കാനെടുത്ത വായ്പ അത് 65 ലക്ഷത്തിലധികമായി ഉയർന്നു. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് എത്തിയത്. ഈ കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം. ഈ സംബന്ധിച്ച് UDF-ന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. UDF-ന്റെ നേതാവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം കത്ത് നൽകിയിരുന്നുവെന്നും സുധാകരന് കത്ത് കിട്ടിയിരുന്നുവെന്നും, പക്ഷെ ഞാനത് വായിച്ചില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏതെങ്കിലും CPIM-ന്റെ പ്രവർത്തകനോ അനുഭാവി തന്നെയോ ആണെങ്കിൽ പോലും എന്തായിരിക്കുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം? എത്ര ദിവസത്തെ അന്തിച്ചർച്ച അതിന്റെ ഭാഗമായിട്ട് നടക്കുമായിരുന്നു? പക്ഷേ കോൺഗ്രസിന്റെ DCC ട്രഷററുടെ മകനും ട്രഷററും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ വാർത്ത തന്നെ നൽകാൻ എന്തൊരു മടിയാണ് മാധ്യമങ്ങൾക്ക്. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത്. കുറച്ചു നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ പല കോൺഗ്രസ് നേതാക്കളും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് തുടർക്കഥയായിട്ട് വരികയാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിന്റെ ഫലമായി അങ്കമാലി അർബൻ സഹകരണ സംഘം പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന PT പോളിനെ മരിച്ച നിലയിൽ ആലുവയിലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. സംഘത്തിൽ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന വാർത്തക്കിടയിലാണ് INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റായ പോളിന്റെ ദുരൂഹ സാഹചര്യത്തിൽ മരണം ഉണ്ടായത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്, അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പല വക്താക്കളും ആത്മഹത്യയിലേക്ക് എത്തി. ഇതിന്റെ ഇടയിലാണ് പെരിയ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് CPIM പ്രവർത്തകരെ ശിക്ഷിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വലിയ കോലാഹലം വാർത്താമാധ്യമങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള ചർച്ചയും പത്രങ്ങളുടെ പേജുകൾ മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന പ്രചരണം നടന്നത്. ഈ കാര്യത്തിൽ CPIM ശരിയായ നിലപാട് ആദ്യം മുതലേ സ്വീകരിച്ചിട്ടുണ്ട്. പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കും ഇല്ല. എന്നാൽ CBI ഉപയോഗപ്പെടുത്തി കേസന്വേഷണത്തിന്റെ ഭാഗമായി പാർട്ടി നേതാക്കളെ ഗൂഢാലോചന നടത്തിയിട്ടാണ് കൊലപാതകം സംഘടിപ്പിച്ചത് എന്ന രീതിയിൽ പ്രതിയാക്കപ്പെട്ടപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ആ നിലപാടിനെ പാർട്ടി അതിശക്തിയായിട്ട് എതിർക്കുമെന്നും വ്യക്തമാക്കി.
എന്നാൽ കോടതി വിചാരണയുടെ ഘട്ടത്തിൽ ഗൂഢാലോചനകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അസന്നിഗ്ധമായി ഇല്ലാത്തതാണ് എന്ന് വ്യക്തമായി. കൊലപാതകവുമായിട്ട് ഈ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നും രാഷ്ട്രീയമായിട്ട് CBI വന്ന് CPI നേതൃത്വത്തെ കൊലക്കേസിന്റെ ഭാഗമാക്കി മാറ്റാൻ നടത്തിയ ശ്രമം CBI കോടതിയുടെ വിധി വന്നപ്പോൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം അവർക്ക് ഒരു തരത്തിലും പറയാൻ കഴിയാത്ത സാഹചര്യം വന്നു. അങ്ങനെയാണ് കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ, സഖാക്കളെ ഇപ്പോൾ കേസിന്റെ ഭാഗമാക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും പാർട്ടി ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത്രയും പോയി രാഷ്ട്രീയമായ ഈ നീക്കത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതിന്റെ ശേഷമാണ് ഇന്നാണിപ്പോൾ റിജിത്തിന്റെ വിധി, റിജിത്ത് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ വിധി പ്രഖ്യാപിച്ചത്. കുറ്റക്കാരാണെന്ന് മുമ്പ് തന്നെ കോടതി പറഞ്ഞു. ഒരു ചെറുപ്പക്കാരനെ യാതൊരു സംഘർഷവും ഇല്ലാത്ത പാർട്ടി കേന്ദ്രമായ കണ്ണപുരത്ത് മൃഗീയമായി വെട്ടിക്കൊന്ന് 19 വർഷത്തിന് ശേഷമാണ് വിധി വന്നത്. ഇതൊരു വലിയ വാർത്തയാക്കാൻ മാധ്യമങ്ങൾക്ക് മനസ്സില്ല. എന്തേ വാർത്തയാവാത്തത്? ഒറ്റ കാര്യം, അത് CPIM ആണ്. നേരത്തെ പറഞ്ഞ വാർത്ത അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഇരട്ടത്താപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ നിലപാട് ഇപ്പോഴും റിജിത്തിന്റെ ഭാഗമായിട്ടുള്ള മതം അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിധി ഇന്നിപ്പോഴും വന്നു. ജീവപര്യന്തം 9 RSകാരെ ശിക്ഷിച്ചു. നാളെ നോക്കാം നമുക്ക് എന്തായിരിക്കും വാർത്ത. ഒന്നാമത്തെ പേജിൽ വാർത്തയുണ്ടാവുമോ? റിജിത്തിന്റെ ഫോട്ടോ ഉണ്ടാവുമോ? അല്ല പ്രതികളുടെ ഫോട്ടോ ഉണ്ടാവുമോ? വെണ്ടക്ക തലക്കെട്ടുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാലോ. 4 ദിവസം ഇനി ചർച്ച നടത്തുമെന്ന് നോക്കാലോ. നിങ്ങളെ എല്ലാം സ്വയം പരിഹാസിയാവുകയാണ്. വാർത്താ ശൃംഖലകൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാവുകയാണ്. നിങ്ങൾക്ക് ചില പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം വലിയ ശക്തിയായ രീതിയിൽ അവതരിപ്പിക്കുക, UDFനും BJPക്കും അനുകൂലമായി വരുന്ന കാര്യത്തിന് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക, എതിരായിട്ട് വരേണ്ടുന്ന വാർത്ത വരാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. ഇത്തരത്തിലുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റും. ഇന്നലെ പ്രധാനപ്പെട്ട ഒരു പത്രവും ശിക്ഷിക്കാൻ പോകുന്നു എന്ന് കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ചർച്ചയൊന്നും വന്നില്ലല്ലോ TV-യിൽ.